മഴ വെയിൽ മഴ വെയിൽ. അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇവിടെ ഇതാട്ടോ. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്തിരി വെട്ടമൊന്നും ഉണ്ട്, എങ്കിലും മഴ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പക്ഷേ എന്നെ ചൂടിനൊരു കുറവുമില്ല. തലേ ദിവസം നമ്മൾ വാങ്ങിച്ച നമ്മുടെ പഴവും മാങ്ങയും വാങ്ങിച്ച 2 ദിവസത്തിനകം നമ്മൾ തിരുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അവിഞ്ഞു പോകും. കാരണം അത്രയ്ക്ക് പുഴുക്കമുണ്ടേ. നമ്മളും അതുപോലെ തന്നെ ഇങ്ങനെ പുഴുകാണ്. കുറച്ച് നേരം ഒന്ന് കിച്ചണിൽ നിന്ന് കഴിഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് പോയി ഇരിക്കാൻ തോന്നും. വേർത്തങ്ങോട്ട് ഒഴുകുകയാണ്. പിന്നെ നമ്മുടെ മണ്ണരയുടെ സൈസ് വലുത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ കുഞ്ഞു പാമ്പ് പോലെ ഇരിക്കും. നല്ല നീളവും നല്ല തട്ടിമാടനാ. ഇത് ഒരു ദിവസം അത് 2 ദിവസം മുന്നേ നമ്മൾ കതവ് തുറന്നു നോക്കിയപ്പോൾ 25 എണ്ണത്തോളം ഉണ്ട്. നമ്മുടെ വീട്ടിൽ മാത്രമല്ല, നമ്മുടെ തൊട്ടപ്പുറത്തെ ദീദിയുടെ വീട്ടിലും അകത്ത് വരെ ഇങ്ങനെ കയറുകയാണെന്ന് ആ നെറ്റിൻ്റെ ഡോറിൻ്റെ ഇടയിൽ കൂടെ. എനിക്ക് കണ്ടപ്പോൾ മേലൊക്കെ വരുത്തിട്ടേ രാക്കെ പിന്നെ ചൂല് കൊണ്ട് ഇങ്ങനെ തട്ടി ഒരു ചൂല് നമ്മുടെ ഒടിഞ്ഞു. കാരണം അതങ്ങോട്ട് പോകാനും പാടാണ്. പിന്നെ ഹൗസ് കീപ്പിംഗുകാർ വന്ന് തുടച്ച് ലോഷനൊക്കെ നമ്മൾ ഒഴിച്ച് അങ്ങനെയൊക്കെ ഇപ്പോൾ എപ്പോഴും ഇടും. ഇത് കയറാതിരിക്കാൻ എന്ത് ചെയ്യാനാ. പിന്നെ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് പറയാമോ? ഇത് നമ്മുടെ കിങ് ഫിഷ് ഇല്ലേ, സുറുമ നെമ്മീൻ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ ചെറുതാണ്. വരിമീൻ എന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയും. ഇത് അമ്മ രാവിലെ എനിക്ക് അയച്ചു തന്ന വീഡിയോയാണ്. അവിടെ 200 രൂപയ്ക്ക് ഇതുപോലത്തെ 6 എണ്ണം. മീൻ കിട്ടാത്ത ഇവിടെ ഞാനിങ്ങനെ കൊതിച്ചിരിക്കുക. കാരണം അത്രയ്ക്ക് പച്ച മീനായിരുന്നു. കുതി വിട്ടിട്ടേ ഞാൻ പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മുടെ ഉണക്കക്കൊഞ്ചുണ്ടായിരുന്നു, അതെടുത്ത് വെള്ളത്തിൽ ഇട്ടു. പിന്നെ നമ്മളോടാ കളി. ഉണക്കക്കൊഞ്ചെങ്കിൽ ഉണക്കക്കൊഞ്ച്, അതൊരു കറി വെക്കാമെന്ന് വെച്ചിട്ട് അത് ഞാൻ തലവാലൊക്കെ പിച്ചിട്ട് കഴുകി ഒന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തിലോട്ട് ഇട്ടു. പൂച്ചയ്ക്ക് അതങ്ങ് ആകുമല്ലോ. കാരണം ഇവിടെ മീൻ കിട്ടത്തില്ല, നമുക്ക് ഒരു രക്ഷയില്ല. ഇവിടെ കിട്ടുന്ന മീൻ ഫ്രഷ് വാട്ടറാണ്. അത് ഞങ്ങൾ കഴിക്കാറും ഇല്ല. പിന്നെ സീ ഫിഷ് വേണമെങ്കിൽ ഡൽഹിയിൽ പോകണം. അത് പക്ഷേ അത്ര ഫ്രഷ് ഒന്നും അല്ല. ഞാൻ വാങ്ങിച്ചിട്ട് അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ ഉള്ളതൊക്കെ കൊണ്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. നാട്ടിൽ വന്നപ്പോൾ, ഈ പ്രാവശ്യം വന്നപ്പോൾ കടലിലെന്തോ പ്രശ്നമായതുകൊണ്ട് മീൻ കഴിക്കാനും പറ്റില്ല. അതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ അതേ കുറച്ച് കുടംപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഉണക്കക്കൊഞ്ച് അതും നമ്മുടെ ചോറ് വെക്കുന്നുണ്ട്. അരപ്പൊക്കെ അരച്ച് ഉള്ളിയും തക്കാളിയും ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ അരപ്പിലോട്ട് നമ്മുടെ ഉണക്കക്കൊഞ്ചിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, പിന്നെ കുതിർത്ത് വെച്ച ആ കുടംപുളി, ഇതെല്ലാം കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കലക്കി, പിന്നെ നമ്മുടെ ഉണക്കക്കൊഞ്ച് കുതിർന്ന് വന്നത് കഴുകി ഒന്നും കൂടി ഇട്ട് കൊടുത്തു. ഉപ്പ് നമ്മൾ ശരിക്കും കുറച്ച് നോക്കി ഇടണം. കാരണം ഈ ഉണക്കക്കൊഞ്ചിലും ഉപ്പുള്ളതുകൊണ്ടേ ആവശ്യത്തിന് ആദ്യം ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതിയല്ലോ. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ട് ഒരു സാമ്പാർ വെച്ചു. സാമ്പാറും ഈ ഉണക്കക്കൊഞ്ചിൻ്റെ കറിയും നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഉള്ളിച്ചെല്ലുകയും ചെയ്യും. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്ന പപ്പടവും. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ബ്ലോഗിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടം ഞാൻ കാണിച്ചില്ല. ഇങ്ങനെ ചുമന്ന് കളറുള്ള ഒരുമാതിരി വേറൊരു അതെന്താ പറയുക, പൊട്ടിച്ച് എനിക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുറച്ച് കേടായതാണെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ ഇരുന്നാലും അത് പൊട്ടിച്ചാൽ കേടാകുമായിരിക്കും, എയർ സർക്കുലേഷൻ വരുമായിരിക്കും. ഇത് ഫ്രഷായിട്ട് പൊട്ടിച്ചതാണ്. അതിൻ്റെ കൂടെ തന്നെ ഉള്ളതായിരുന്നു. പക്ഷെ നല്ല ഫ്രഷ് സൂപ്പർ ക്രിസ്പി പപ്പടം, നല്ല ടേസ്റ്റ്. അതായത് പുതിയതായിട്ടുള്ള. അപ്പോൾ എനിക്കൊന്ന് പുതിയതായിട്ട് പൊട്ടിച്ചാൽ നല്ല ആ ഒരു ഫ്രഷ്നെസ് കിട്ടുമായിരിക്കും. അപ്പോൾ ഞാൻ മാക്സിമം ഒരു 8 എണ്ണം പൊരിച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി ഉണ്ടെങ്കിൽ ഒരു പാത്രത്തെ അടച്ച് വെച്ചാലും പിറ്റേ ദിവസമായിട്ട് എടുക്കാം. അതായത് ഫ്രിഡ്ജിൽ വെച്ചാൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നേരത്തെ ഒരു വ്ളോഗിൽ, ഒരു റെഡിഷ് കളർ പോലെ വന്നിട്ട് അത്ര സുഖം ഉണ്ടായിരുന്നില്ല പപ്പടം. അങ്ങനെ നമ്മുടെ പപ്പടവും കാച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇന്ന് നമ്മുടെ ഉണക്കക്കൊഞ്ചിൻ്റെ തേങ്ങ അരച്ച കറിയും പപ്പടവും സാമ്പാറും ചോറും. കാരണം എനിക്ക് മീൻകറി കൂട്ടി ചോറ് കഴിക്കാൻ ഒത്തിരി ആഗ്രഹമായിരുന്നു. പിന്നെ ഫ്രഷ് വാട്ടർ ഫിഷ് ഞങ്ങൾക്ക് 3 പേർക്ക് ഒട്ടും പറ്റത്തില്ല, എൻ്റെ സ്മെല്ല് പോലും. അതുകൊണ്ടാണ് സീ ഫിഷ് തന്നെ നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ട് കണ്ടോ, അതേ ലൈസോളിൻ്റെ, അതാണ് ആ പിങ്ക് കളറിൽ കിടക്കുന്നത്. അത് ഇടയ്ക്ക് കുടയും, ഡെറ്റോൾ കുടയും. ഈ എന്താ പറയുക, മണ്ണരയാണ് അത് സംഭവം. അത് അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയാണ്. ഒരു വല്ലാണ്ടാണ് കാണുമ്പോൾ. ഉച്ചയ്ക്ക് രാക്കെ ലഞ്ച് കഴിക്കാൻ വന്നിട്ട് പോവുക. മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക. രാക്കയ്ക്കാണെങ്കിൽ ചെറിയ ജലദോഷവും പിടിച്ചു. ഈ ഒരു ക്ലൈമറ്റ് അങ്ങനെ കുറച്ച് മഴ നനഞ്ഞാൽ നമുക്ക് ജലദോഷം പിടിക്കുന്ന ഒരു ക്ലൈമറ്റും കൂടെ ആണ്. പിന്നെ നമ്മുടെ അരിപ്പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് 2-3 ടൈപ്പിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ തേങ്ങാവെള്ളം വെച്ചിട്ടുള്ള കാണിക്കുന്നത്. അതിനായിട്ട് ഞാൻ നമ്മുടെ കൊഞ്ചിന് എന്തായാലും തേങ്ങ പൊട്ടിച്ചപ്പോൾ നല്ല വെള്ളമായിരുന്നു. അതിലേക്ക് ഞാൻ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വെക്കാം. ഒരു 11-11:30 ആയപ്പോഴാണ് ഞാനിത് ഇങ്ങനെ വെക്കുന്നത്. ഒരു 4 മണിയൊക്കെ അരച്ച് വെക്കുന്ന ഒരു രീതിയിൽ. അപ്പോഴത്തേക്ക് അത് നല്ലതായി ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു 4 മണിക്ക്.
പിന്നെ നമ്മുടെ അരിപ്പൊടി, അപ്പം, ഇടിയപ്പം, പത്തിരിപ്പൊടി, അങ്ങനെ ഒരു പൊടി കിട്ടുമല്ലോ, അത് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം ഒരു പാത്രത്തിലെടുത്ത്. കാരണം എണ്ണയിൽ അരയ്ക്കാൻ എളുപ്പമാകത്തുള്ളൂ, അല്ലെങ്കിൽ മിക്സി ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ഇടയ്ക്ക് സ്റ്റക്കാവും. അപ്പോൾ അത് മിക്സിയിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തേങ്ങ, ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു നാക്ക്, കുറച്ചും കൂടെ ഒരു 2-3 ടീസ്പൂൺ മതി. ഒരുപാട് തേങ്ങ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ കുറച്ച് തേങ്ങ ഇടത്തുള്ളൂ. പിന്നെ ഒരു പിടി ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ചോറില്ലെങ്കിൽ അവലായാലും മതി, ഈസി ആയിട്ട്. അവൽ നമ്മുടെ വെള്ളയവലോ മറ്റേ ഇച്ചിരി ഒന്ന് വെള്ളത്തിൽ കഴുകി ഒന്ന് കുതിരുമല്ലോ, എന്നിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഈ മിക്സ് ചെയ്ത വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതില്ലാന്നുണ്ടെങ്കിൽ സിമ്പിൾ പ്ലെയിൻ നമ്മുടെ പച്ചവെള്ളവും ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് ഇപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ ചേർക്കാം, പഞ്ചസാരയും കൂടി ഇട്ട് അടിച്ചെടുത്താലും മതി. അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം, അത് പെട്ടെന്ന് ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ തേങ്ങാവെള്ളം വെച്ച്, ഇതിനാണെങ്കിലും നല്ലൊരു മണവും ടേസ്റ്റും വ്യത്യാസം, ടെക്സ്ചറും കുറച്ചും കൂടെ വ്യത്യാസമാവും ഈ തേങ്ങാവെള്ളം ഇട്ടാൽ. അപ്പം ഞാൻ വിചാരിച്ച ആദ്യം ഇത് കാണിച്ചിട്ട് പിന്നെ നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ട് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഞാൻ വേറൊരു ദിവസം അടുത്ത വട്ടം ഉണ്ടാക്കുമ്പോൾ ഞാൻ അതും കാണിച്ചു തരാം. പിന്നെ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റാണ് എപ്പോഴും നല്ലത്. മറ്റേ ഇല്ല ഇച്ചിരിയുടെ വലിയ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് എന്ന് വെച്ചാൽ പൊടി പോലിരിക്കും. ഇച്ചിരിയുടെ വലിയ ഈസ്റ്റ് ആണെങ്കിലേ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ലൂക്ക് വാം ബോട്ടിലിൽ ഒന്ന് കുതിർത്തി വെച്ചിട്ട് നമ്മൾ ചേർക്കാവൂ കേട്ടോ. ഡയറക്റ്റ് ചേർത്താൽ അത് അത്ര നല്ലതായിട്ട് കിട്ടത്തില്ല. നന്നായിട്ട് അങ്ങ് അരച്ചെടുത്തിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് ഫെർമെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാട്ടോ. അപ്പം 4 മണി, 2 ക്ലോക്കിൻ്റെ 4 മണിയായപ്പോൾ പിന്നെ ഞാനൊരു 7:15 ഞാൻ ആ മാവ് കാണിച്ചു തരാം. നോക്കിക്കോ, ഫെർമെൻ്റായി കണ്ടോ, പുളിച്ച് വന്നിട്ടുണ്ട്. പുളി അധികം വരത്തില്ല, അത് പിറ്റേ ദിവസം രാവിലെയാണ് നല്ലൊരു പുളി. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കണ്ടോ പഫപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചുടുന്ന സമയത്ത് ഉപ്പിട്ടങ്ങ് കലക്കി എടുത്താൽ മതി, കലക്കി ചുട്ടാൽ മതി. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അതങ്ങനെ തന്നെ പുറത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടതേ. കണ്ടോ നൊരഞ്ഞു പൊതഞ്ഞു വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം കുറച്ചും കൂടെ പുളിയും കൂടെ വരുമ്പോൾ ഇത്രയും കൂടെ ടേസ്റ്റാണ്. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ തേങ്ങാവെള്ളവും ഈസ്റ്റും കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു മണവാണ്. അല്ലാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഇടുമ്പോൾ അതും വേറൊരു മണവാണ്. രണ്ടും രണ്ട് രീതിയാണ്. ഇതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ആദ്യം കാണിച്ചു തരാം. പിന്നെ സിമ്പിൾ മെത്തേഡും കാണിച്ചു തരാം. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, നിങ്ങൾ ഈസ്റ്റ് വാങ്ങുമ്പോൾ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് പൊടി പോലിരിക്കുന്നത് വാങ്ങാൻ നോക്കുക, മറ്റേത് അത്ര സുഖമാകത്തില്ല. മറ്റേതാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ട് ചൂടുവെള്ളത്തിലൊന്ന് കലക്കി പഞ്ചസാരയും ആയിട്ട് ഒന്ന് വെച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ അതത്ര എനിക്കറിയത്തില്ല കേട്ടോ, ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് തന്നെ വാങ്ങാൻ നോക്കുക. അപ്പോൾ ഒരാൾക്ക് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അപ്പം ചുട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കൊട നനഞ്ഞിരിക്കുന്നുണ്ട്, തുറന്ന് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ അപ്പം 7:15 ഞാൻ കാണിച്ചു. ഇതിപ്പോൾ 8 മണിയായി. ഉപ്പിട്ട് ഞാൻ കലക്കിയെടുത്തു, നല്ല സൂപ്പറായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ ഞാൻ കല്ലപ്പം പോലെ ചുട്ടെടുക്കാൻ പോകുന്നത്. അപ്പം ചട്ടിയിലുണ്ടെങ്കിൽ അങ്ങനെ അതിൽ നല്ലതായിട്ട് കിട്ടും. കല്ലപ്പം ആണെങ്കിലേ പെട്ടെന്നങ്ങ് ചുട്ടെടുക്കാമല്ലോ. മറ്റേതാണെങ്കിൽ സൈഡൊക്കെ മുരിഞ്ഞ് കളിച്ച് ടൈം എടുക്കത്തില്ല. ഇത് പടപടീന്നങ്ങാവും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചുട്ടെടുക്കുകയാണ്. നമ്മുടെ സാധാരണ പോലെ മാവ് ഒഴിച്ചു കൊടുക്കുക, അടച്ചു കൊടുക്കുക, വേവിച്ചെടുക്കുക. പെട്ടെന്നായി കിട്ടും. ശരിക്കും 2 മണിക്കൂറിനകം നമുക്ക് റെഡിയാക്കാം. നമ്മുടെ ഗസ്റ്റൊക്കെ ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് അപ്പവും മുട്ടക്കറിയും എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത് എന്ത് നല്ല അപ്പമാണെന്ന് നിങ്ങൾ നോക്കിയേ. ആ കുഴിയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് വരുമെന്നേ. ശരിക്കും തേങ്ങാവെള്ളം ഒഴിച്ച് അതിൻ്റെ മണം ഭയങ്കരമാണ്. മറ്റേതിന് ഈ ഒരു മണം കിട്ടത്തില്ല. എനിക്ക് തോന്നുന്നു ഈ ഹോട്ടൽസിലൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും അവരുണ്ടാക്കുന്നത് കേട്ടോ. പെട്ടെന്ന് കലക്കി അങ്ങ് ഇടുമല്ലോ. അരി കുതിർക്കുവാണെങ്കിൽ രാവിലെ കുതിർത്തിട്ട് വൈകുന്നേരം ഇതുപോലെ ഇൻസ്റ്റൻറ്റ് റൈസ് ആണെങ്കിൽ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അരി കുതിർത്തില്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന, ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിപ്പോൾ എല്ലാവർക്കും കാണിച്ചു തരുന്നത്. ഞാൻ പടപടാന്ന് അപ്പം ചുട്ടെടുക്കാതെ എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളത് ശരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഞാൻ ബാക്ക് സൈഡിൽ കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. ഒട്ടത്തൊന്നുമില്ല കേട്ടോ, ഒട്ടും ഒട്ടത്തില്ല. നിങ്ങൾ അപ്പച്ചട്ടിയിലും ചുട്ടെടുത്ത് നോക്കൂ, നല്ലതായിട്ട് കിട്ടും. ഞാനിതിപ്പോൾ പെട്ടെന്ന് രാത്രിയിലായത് എൻ്റെ മടി കൊണ്ട് ഞാൻ ഈ കല്ലപ്പമായിട്ട് അങ്ങ് ചുട്ടെടുക്കുക. കൂടെ ഒരു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയും കൂടെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ കുക്കർ എടുത്ത് വെച്ചിട്ട് സവാള അരിഞ്ഞത് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. വഴറ്റി ഒന്നും ചെയ്യാത്ത മുട്ടക്കറി കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് ചതച്ചു ഇട്ടു, അതും ഇട്ട് കൊടുത്തു. ഒരു തക്കാളി, കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് മതി കേട്ടോ. ഗരം മസാലയും കുറച്ചിട്ടാൽ മതി. പിന്നെ ഞാൻ പെരിഞ്ജീരകവും പട്ടയും അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗരം മസാല കുറച്ചിട്ട് കൊടുത്തത്. കാരണം പട്ടയുടെ ഒരു ഫ്ലേവറാണ് എപ്പോഴും നല്ലത്. പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് 1 ടീസ്പൂൺ എണ്ണ, ഏതെണ്ണയായാലും. ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടി എടുക്കുന്നുണ്ട്, വഴറ്റിയൊന്നും എടുക്കാതെ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മുട്ടക്കറിയാണ്. എന്നിട്ട് ഇതിലേക്ക് ഇതൊന്ന് കൈ വെച്ചൊന്ന് തിരുമ്മിയിട്ടേ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ 2-3 വിസിലും കൊടുത്തിട്ട് തുറന്നു നോക്കാം. അപ്പോഴത്തേക്ക് ഞാൻ മുട്ടയും സൈഡിൽ കൂടെ പുഴുങ്ങി എടുക്കുന്നുണ്ട്. ആവിയൊക്കെ മാറി തുറന്നു നോക്കിയപ്പോൾ നല്ലതായിട്ട് വെന്ത് സെറ്റപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ആ ഉള്ളിയുടെ പച്ചച്ചവയൊക്കെ കാണത്തില്ലെന്ന്, ഒട്ടുമില്ല. ശരിക്കും നമ്മുടെ പണ്ടത്തെ നാടൻ കടകളിൽ നിന്ന് മുട്ടക്കറിയൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു മണവായത്.
അത്രയ്ക്ക് ടേസ്റ്റിയാണ്. മുട്ട ഇട്ടിട്ട് അപ്പത്തിൻ്റെ കൂടെ ഇതാണ് ഡിന്നർ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആട്ടോ, ഒരാൾക്ക് ഓഫീസിൽ പോയി ഇറങ്ങി. അങ്കൂനിന്ന് സ്കൂളില്ല കേട്ടോ. ഇവിടെ ഷഹീദ് ദിവസം എന്ന് പറഞ്ഞ എന്തൊരു മെമ്മോറിയൽ ഡേയുടെ എന്തോ അവധിയാണ് അവന് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് കണ്ടോ കുറച്ച് ലോഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ളി വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ്. ഇപ്പം നമ്മുടെ തലേദിവസത്തെ അപ്പത്തിൻ്റെ മാവിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അത് രാവിലെ കുറച്ചും കൂടെ നന്നായിട്ട് പുളിച്ചു പൊങ്ങി. ഫ്രിഡ്ജിലൊന്നും വെച്ചതല്ല. അത് ഞാൻ അങ്കൂന് കല്ലപ്പമായിട്ട് ചുട്ടിട്ട് പാലും പഞ്ചാരയും അവന് ഏറ്റവും ഇഷ്ടം. ആ രീതിയിൽ അങ്ങ് ചുട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ ആ ടെക്സ്ചറിനെക്കാട്ടിയും പിറ്റേ ദിവസം മാറും. കുറച്ചും കൂടെ ഒരു കട്ടി വരും. പക്ഷേ നിങ്ങൾ വിചാരിക്കും ആ സോഫ്റ്റ്നെസ് പോകുന്നു. അങ്ങനത്തെ സോഫ്റ്റ്നെസ് പോകത്തൊന്നുമില്ല. കുറച്ചും കൂടെ രുചിയുള്ളൊരു ടെക്സ്ചറാവും അത് പുളിക്കുമ്പോൾ. പാലും ദില്ലുൻ്റെ പാല. പിന്നെ ഞാൻ എപ്പോഴും നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഷുഗർ ഫ്രീയുടെ ഒരു സ്റ്റീവിയ ഒരാൾക്ക് എന്തോ കോൺഫിഡൻസിന് പോയപ്പോൾ കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാനതാണ് ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് അപ്പത്തിൽ ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വെച്ച് വേണ്ടി പേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.